അവരുടെ മുന്നിൽ അവൻ പോയിരിക്കുമ്പോൾ ആരാടാ ഇടയിൽ വന്നിരിക്കുന്നേ എന്ന മട്ടിൽ പുള്ളിക്കാരി നോക്കും. അത് ജയ ആയിരിക്കും. എന്താടാ രാവിലെ കാണുമ്പോൾ പിച്ചക്കാരനെ പോലെ ആയിരുന്നല്ലോ, ഇപ്പൊ എന്താ നിനക്ക് പറ്റിയ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ വാടക കൊടുക്കുകയും 2 മാസത്തെ എക്സ്ട്രാ കൊടുത്ത് ഇനി 2 മാസം ആ വീടിന്റെ പരിസരത്ത് വന്നു പോകരുത് എന്ന് പറയും. ചോയുടെ ലക്സറി കാറൊക്കെ ഇവൻ എടുത്ത് ഓടിച്ചു പോകും. എന്നിട്ട് അവൻ ക്യാഷ് കൊടുക്കാനുള്ളവർക്കൊക്കെ ക്യാഷ് എടുത്ത് കൊടുക്കുന്നു. ലാസ്റ്റ് എക്സ് ലവറിനെ കാണാൻ പോയി അവളുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിയിട്ടുണ്ടാകും. അതും കൊടുത്ത് ഇവൻ അവളെ വളയ്ക്കാൻ നോക്കുമ്പോൾ ആ പെണ്ണ് എനിക്ക് അടുത്ത മാസം കല്യാണമാണെന്ന് പറയും. അപ്പൊ അവനിക്ക് നല്ല സങ്കടാവും. അങ്ങനെ അവൻ കാറിൽ വന്നിരുന്നിട്ട് എത്ര ക്യാഷ് ഉണ്ടായിട്ടെന്താ, പോയ ജീവിതം തിരിച്ചു കിട്ടില്ല, അയാളുടെ ലൈഫ് നമ്മൾ തട്ടിയെടുക്കുന്നത് ശരിയല്ല, എല്ലാം തിരിച്ചു കൊടുക്കാം എന്ന് കരുതി ഹോസ്പിറ്റലിലേക്ക് പോകും. ആ സമയം ജോയ് ഇപ്പോഴും മയക്കത്തിലാണ്. ഇവൻ ജോയുടെ സാധനങ്ങൾ ഒരു ബാഗിലാക്കി അവിടെ വെക്കുന്നു. പെട്ടെന്ന് ജോയ് ഇവന്റെ കൈ കയറി പിടിക്കും. എന്റെ പേര് ജെ എന്നാണ് ഇവർ പറഞ്ഞത്, എനിക്കൊന്നും ഓർമ്മയില്ല, നിനക്കെന്നെ അറിയോ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കുമുള്ള ജെ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ജോയ് അവനോട് നിന്റെ ബാഗ് എടുത്തിട്ട് പോ എന്ന് പറയും. അവനും പേടിച്ച് ആ ബാഗും കൊണ്ട് അവിടുന്ന് കണ്ടം വഴി ഓടും. തലയിൽ നല്ല പരിക്ക് പറ്റിയത് കൊണ്ട് ചോയ്ക്ക് പഴയ ഓർമ്മ പോയി, പേര് പോലും ഓർമ്മയില്ല. അങ്ങനെ ചോയ് ഡിസ്ചാർജ് ആകുന്നു. ബില്ല് കെട്ടാൻ പറയുമ്പോൾ പേഴ്സ് നോക്കും. അതിൽ1 രൂപ പോലും ഉണ്ടായില്ല കേട്ടോ. ആ സമയം അവിടേക്ക് ഒരു പെണ്ണ് വരും. ഇവളാണ് ചോയുടെ ഹീറോയിന്. എന്താ പോകുക, എല്ലാം ഓക്കെ ആയോ എന്നവൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ആരാ എന്ന് ചോദിക്കും. ഞാനാ നിങ്ങളെ ഹോസ്പിറ്റലിലാക്കിയത് എന്നവൾ പറയും. അപ്പോൾ റിസപ്ഷനിസ്റ്റ് അവന്റെ ഓർമ്മയൊക്കെ പോയ കാര്യം അവളോട് പറയുന്നു. ജോയ് അപ്പോ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ, ഇതാണ് എന്റെ വീട്ട് അഡ്രസ് എന്ന് തോന്നുന്നു, ബില്ല് അടയ്ക്കാൻ ക്യാഷ് ഇല്ല, അതൊന്ന് തരുവാണെങ്കിൽ വീട്ടിൽ പോയിട്ട് ക്യാഷ് തിരിച്ചു തരാം എന്ന് പറയും. അപ്പൊ അവൾ അതൊക്കെ സെറ്റിലാക്കിയിട്ട് അവനെ ജയയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ എത്ര വയസ്സായി എന്ന് ജോയിനോട് ചോദിക്കും. അവന്റെ കയ്യിലുള്ള പ്രൂഫ് നോക്കിയിട്ട് 32 വയസ്സായി എന്ന് ജോയും പറയും. അപ്പൊ അവളും അത്ര ആയിട്ടുള്ളൂ, കണ്ട നല്ല വയസ്സുള്ള പോലെ ഉണ്ടല്ലോ എന്ന് പറയും. സാരല്ല, ഇപ്പൊ കൂടുതൽ പേര് ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയും. അടുത്തത് ജയെ കാണിക്കുന്നു. അവന് ഓർമ്മ വരുന്നത് വരെ ഇങ്ങനെ ജീവിക്കാം എന്ന് കരുതി എങ്ങോട്ടാ പോകണ്ടെന്ന് ആലോചിക്കുമ്പോൾ GPS വീടിന്റെ ലൊക്കേഷൻ സേവ് ആക്കിയിട്ടുണ്ടാകും. അവനും ആ വീട്ടിലേക്ക് എത്തുന്നു. അതൊരു വലിയ ഫ്ലാറ്റ് ആയിരിക്കും. അത് കണ്ട് കിളി പോയ അവസ്ഥയിലാണ് ജെ.